അത് ഹൗദുൽ കൗസർ ആവാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നിട്ടുള്ള മറ്റു പാനീയങ്ങളാവാം. അത് കറാമത്തായിട്ട് അള്ളാഹു തആല ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്നതാണ്. അവരുടെ പ്രത്യേക അവസ്ഥ കൊണ്ട് അള്ളാഹു തആല കൊടുത്തതാണ് എന്ന് വെക്കാം. ഏതായാലും ഹൗദുൽ കൗസറിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ ശരിബ മിന്നു ലാ യദ്മഉ ബഅദഹു അബദാൻ. അതിൽ നിന്ന് കുടിച്ചവന് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. ആ ഹൗദുൽ കൗസറിൽ നിന്നിട്ട് കുടിക്കാനുള്ള ഭാഗ്യത്തിനാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയനുസരിച്ച് ജീവിക്കുക എന്നത് ഹൗദുൽ കൗസർ കുടിക്കാൻ ഷർത്താണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഴച്ചു പോയാൽ പിന്നെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കിട്ടൂല. അത് എത്രയോ വിശാലമാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണക്ക് കപ്പുകൾ അതിലുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പഴച്ചവർക്ക് ആ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടൂല. അപ്പൊ അത് ലഭിക്കണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഥവാ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമാറാകണേ എന്നാണ് പറയുന്നതിന്റെ ഏകദേശാർത്ഥം. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ. അശ്ശഫാഅത, ഹബീബായ നബിയെ, അവിടുത്തെ മഹത്തായ ഷഫാഅത്ത് ഹബ്ലനാ, ഞങ്ങൾക്ക് നൽകണമേ, ദാനമായി സംഭാവനയായി നൽകണമേ. ഇനിയിപ്പോൾ അവിടെ സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്ത് ഉണ്ട് എന്നത് സമ്മതിച്ചു, അതിലാർക്കും തർക്കമില്ല. മുസ്ലിംകളായ ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കാൻ പറ്റുമോ, അതാ പിന്നീട് തർക്കം. വേണ്ട, അള്ളാഹിനോട് ചോദിച്ചൂടെ, അതിലാർക്കും തർക്കമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ എന്ന് അള്ളാഹിനോട് ദ്വാരുന്നോട് അതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? എന്നിട്ട് പറയാണ് വാഹ് ലനാ ഇല്ലാ, ആ ഷഫാഅത്ത് എങ്ങാനും ഞങ്ങൾക്ക് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയാൽ അയ്യോ നമ്മളുടെ നാശം, നമ്മൾക്ക് പിന്നെ മറ്റൊരു തണിയും ലഭിക്കാനില്ല. മറ്റെല്ലാവരും കൈവടിയുന്നിടത്ത് തങ്ങളുടെ ഒരു ഷഫാഅത്താണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ആ ഷഫാഅത്ത് കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങളുടെ മഹാനാശത്തിന് പിന്നെ അറ്റമില്ല. അങ്ങനെ ഒരു നാശം വരാതെ അങ്ങ് ഷഫാഅത്ത് ചെയ്ത് രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പാവികളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണം എന്നപേക്ഷിക്കുന്നു. എന്നിട്ട് പിന്നെ അവസാനിപ്പിക്കുകയാണ് അസ്സലാത്തു അലൻ നബി കുല്ല വഖത്തിൻ ദായിമൻ. അസ്സലാത്തു നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആദരവോടുകൂടിയ സമ്പൂർണമായ അള്ളാഹുവിന്റെ അനുഗ്രഹം അലൻ നബി, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കുല്ല വഖത്തിൻ ദായിമൻ, എല്ലാ സമയത്തും നിത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖത്തായിരിക്കുന്ന സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത് അസാധാരണമായി ലോകത്ത് പല അത്ഭുതങ്ങളും ഉണ്ടായി. അത്ര വ്യാപകമല്ലെങ്കിലും പൂർവികരായ അമ്പിയാക്കന്മാരുടെ ജനന സമയത്തും പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ മിക്കവാറും പ്രാദേശികങ്ങളായിരുന്നു. അതിൻ്റെ കാരണവും എന്താ വെച്ചാൽ ഈ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കന്മാരൊക്കെ അവരുടെ ദൗത്യം പ്രാദേശികമാണ്. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിതി അതല്ല, നമുക്കൊക്കെ അറിയാമല്ലോ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജിന്നുകൾക്കും നബിയും റസൂലുമായി വരുന്ന ആളാണ്. ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തുകളോട് സുവിശേഷം അറിയിച്ചതുമാണ്. എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്യിച്ചിരുന്നു. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന ഖാല അഅഖറർതും വഅഖദ്തും അലാ ദാലികും മിസ്രി ഖാലു അഖറർന ഖാല ഫശ്ഹദൂ വഅന മഅക്കും മിനശ് ഷാഹിദീൻ സദഖല്ലാഹു മൗലാനൽ അദീം. അല്ലാഹു തആല പറയാം വഇദ് അഖദല്ലാഹു മിനൻ നബിയ്യീന മീസാഖഹും. പൊതുവേ മൊത്തം തൗഹീദ് കൊണ്ടുള്ള ഒരു അഹദ് മീസാഖ് നടന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ, അതെല്ലാവർക്കും ബാധക. അതിനുശേഷം അമ്പിയാക്കളോട് പ്രത്യേകമായി ഒരു കരാർ അല്ലാഹു തആല ചെയ്യുന്നു. എന്താണ്? ലമാ ആതൈതുക്കും മിൻ കിതാബി വഹിക്മ, നിങ്ങൾക്ക് അറിവും വേദവും നൽകപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ നബിയും റസൂലുമായി നിയോഗിക്കപ്പെട്ടു ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുമ്മ ജാഅക്കും റസൂലുൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളെ സമീപിച്ചു ലോകത്ത് വന്നു എന്നിരിക്കട്ടെ, എന്നാൽ ലതുഅ്മിനുന്ന ബിഹി, ആ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം, വല തൻസുറുന്നഹു, അദ്ദേഹത്തിന്റെ സഹായികളിൽപ്പെട്ട ഒരാളായി നിങ്ങൾ മാറണം. അഥവാ നിങ്ങൾ നബിയാണ്, റസൂലാണ്, കിതാബുണ്ട്, ഹിക്മത്തുണ്ട്, ഒക്കെ റെഡി. പക്ഷെ എൻ്റെ റസൂല് വന്നാൽ നിങ്ങളുടെ നിയമനത്തിന്റെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ റസൂലിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാളായി നിങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ സഹായികളായിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളണം. ഖാല അഖറർതും വഅഖൽതും അലാ ദാലികും മിസ്രി, ഈ തത്വം നിങ്ങൾ അംഗീകരിക്കുകയും ഞാനുമായി ഈ വിഷയത്തിൽ നിങ്ങൾ കരാർ ചെയ്യുകയും ചെയ്യാൻ തയ്യാറുണ്ടോ? ഖാലു അഖറർന, അതെ ഞങ്ങൾ അത് അംഗീകരിച്ചു. അല്ലാഹു തആല പറഞ്ഞു പോരാ. ഖാല ഫഷ്ഹദു, അള്ളാഹ്ക്കറിയാം ഈ ഒരൊറ്റ നബിയുടെയും കാലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സമുദായത്തിന്റെയും നേതാവ് ആ കാലത്തെ നബിയാണ്. നബി തന്നെ ഈ റസൂലിൽ വിശ്വസിക്കുകയും ആ റസൂലിനെ സഹായിക്കുകയും ചെയ്യേണ്ട ബാധ്യതയുള്ള ആളാണെങ്കിൽ അവരുടെ ഉമ്മത്തുകളോട് ഇക്കാര്യം പറഞ്ഞിരിക്കണം. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ആ റസൂൽ വരുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടാതെ വന്നാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പരമ്പരയിൽ എന്നാണോ ആ റസൂൽ വരുന്നത് ആ റസൂലിനെ നിങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് സഹായിക്കുകയും ചെയ്തു കൊള്ളണം. ഫഷ്ഹദു, നിങ്ങളുടെ സമുദായത്തിന്റെ മുന്നിൽ ഈ വിഷയത്തിന് നിങ്ങൾ സാക്ഷികളാവണം. ഞങ്ങളോട് അല്ലാഹു തആല അങ്ങനെ കരാർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ജീവിക്കുന്ന സമയത്ത് അത് സംഭവിച്ചാൽ ഞങ്ങൾ അതിന് സന്നദ്ധരാണ്. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വഅന മഅകും മിനശ്ശാഹിദീൻ, നിങ്ങളത് പറഞ്ഞാൽ മതി, ബാക്കി ഈ കാര്യം ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. ആ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത്, നുബുവത്ത് കിട്ടിയ സമയത്ത് ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ മനുഷ്യൻ എവിടെയൊക്കെ ജീവിച്ചോ അവിടെയൊക്കെ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അത്ഭുതകരമായ ചില പ്രത്യേക സംഭവ വികാസങ്ങൾ പ്രപഞ്ചത്തിലെ പ്രത്യേക പ്രതിഭാസങ്ങളിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് ആ പറയുന്ന ഷഹാദത്ത്, പണ്ട് നമ്മളെ നബിമാര് പഠിപ്പിച്ച, പണ്ട് നമ്മളെ വേദങ്ങൾ പറഞ്ഞ ആ പ്രവാചകന്റെ ആഗമനമാണല്ലോ ഈ പ്രതിഭാസത്തിലൂടെ വന്നിരിക്കുന്നത് എന്ന് ജനശ്രദ്ധയാകർഷിക്കുവാനമാക്കുമിന ഷാഹിദീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഷഹാദത്താണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ ലോകത്ത് മറ്റൊരു നബിക്കും ഉണ്ടായിട്ടില്ലാത്ത അത്രയും വ്യാപകമായ നിലക്ക് മനുഷ്യർക്കിടയിലും ജിന്നുകൾക്കിടയിലും നടന്ന അത്ഭുതങ്ങൾ. അതൊരു നീണ്ട പട്ടികയാണ്. ഇതെല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും വിശദമായും വ്യക്തമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. അതിൽ നിന്നിങ്ങനെ ചില ഒറ്റപ്പെട്ട ചില വിരലിലുണ്ടാവുന്ന സംഭവങ്ങളാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി താരീഖിലൊക്കെ എണ്ണി പറയുന്നത്. അതിൽ ജിന്നുകൾ സംസാരിച്ചതുണ്ട്, വിഗ്രഹങ്ങൾ സംസാരിച്ചതുണ്ട്, അതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്നിട്ട് കേട്ടതുണ്ട്, കല്ലുകൾ സംസാരിച്ചതുണ്ട്, മൃഗങ്ങൾ സംസാരിച്ചതുണ്ട് എന്ന് വേണ്ട ലോകത്ത് 100 കൂട്ടം അത്ഭുതങ്ങൾ. ആയാത്ത് എന്ന് പറയുന്ന ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളിൽ നിന്നിട്ടുണ്ടാകുന്ന ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് ആയാത്ത് എന്ന് പറയുന്നത്. ഒരുപാട് ആയാത്തുകളും അതോടുകൂടി ജിന്നുകള്, പിശാചുക്കള്, വിഗ്രഹങ്ങൾ തുടങ്ങിയവയിൽ നിന്നിട്ടുണ്ടായതും അവയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച ബലിയറുത്തു കഴിഞ്ഞ ജീവനില്ലാത്ത ഈ മൃഗങ്ങളിൽ നിന്നിട്ടും ഉണ്ടായതുമായ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ വിശദീകരിച്ച് പറയുന്ന കിതാബ് താരീഖിന്റെ കിതാബുകളാണ്. അതിൽപ്പെട്ട ചില സാമ്പിൾ ഒരു വർക്കത്തിന് വേണ്ടി പറയാം. ഈ മൗലൂദ് ചെയ്യുന്നത് അത് തന്നെ ഞമ്മക്ക് പുതുമ. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അങ്ങോട്ട് കണക്കൂട്ടുക. കാരണം നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് 23 കൊല്ലം കൊണ്ട് മനുഷ്യവാസം എത്തിയ എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം എത്തുകയും ഒരു വിഭാഗമെങ്കിലും ആ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യാനുണ്ടായ കാരണം അതിന് മാത്രം ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസ്തുത ജനമധ്യേ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു.